ഹായ് ഓൾ വൈഷ്ണവാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് സ്പാർക്കിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ സ്പാർക്കിൻ്റെ മെനൂസ് എല്ലാം പരിചയപ്പെടുകയാണ്. ഞാൻ ഓൾറെഡി സ്പാർക്കിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മെനുവിലോട്ട് പോവാം. ഞാൻ നാവിഗേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓരോ മെനുവിനകത്തും എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ള ആദ്യം കാണിക്കാം. അത് മാത്രമാണ് ഇന്ന് കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഓരോ മെനു ഓരോന്നും എടുത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ന്യൂസിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് പരിചയപ്പെടാം. സോ ഞാൻ നാവിഗേറ്റ് ചെയ്യാണ്. ജസ്റ്റ് കൺട്രോൾ ഹോം പ്രസ് ചെയ്യുന്നു. Graphic no description available. ഞാനൊന്ന് ടൈറ്റിൽ ചെക്ക് ചെയ്യാം. Spark Service and Payroll Administrative Repository for Kerala Google Chrome. New notification. ഓക്കെ, അപ്പം ഞാൻ ഗൂഗിൾ ക്രോം വഴിയാണ് കയറിയിട്ടുള്ളത്. NVIDIA ആണ് യൂസ് ചെയ്യുന്നത് വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ. സോ ഞാൻ ടാബ് ചെയ്യുന്നു. Download Android app link. ഡൗൺലോഡ് ആൻഡ്രോയിഡ് ആപ്പ് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. Download iOS app link. ഡൗൺലോഡ് iOS, ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല. User manual link. യൂസർ മാനുവൽ, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്പാർക്കിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ധാരണ കിട്ടും. Annual confidential report link. ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്, അതായത് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ സമയത്താണ് ഈ കാര്യം ആവശ്യമുള്ളത്. നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് മാച്ചിങ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ അതിലോട്ട് നമ്മൾ കിടക്കുന്നില്ല. ടാബ് ചെയ്യുന്നു. Skip navigation link. Same page link. സ്കിപ്പ് നാവിഗേഷൻ. Table with 1 row and 20 columns. Row 1 column 1 profile/admin link. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ പ്രൊഫൈൽ/അഡ്മിൻ. നമ്മളിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇതെല്ലാം ലിസ്റ്റ് ഐറ്റംസ് ആണ്. പക്ഷേ ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്പർ ലോക്ക് ഓഫ് ചെയ്യുക. Num lock off. അതിനുശേഷം ഇൻസേർട്ട് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് ഇൻസേർട്ട് സ്ലാഷ് ആണ് പ്രസ് ചെയ്യേണ്ടത്. നമ്പർ ലോക്കിൻ്റെ നമ്പറിൻ്റെ സ്ലാഷ് ആണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻസേർട്ട് സ്ലാഷ് ഞാൻ പ്രസ് ചെയ്യാണ്. അപ്പോൾ മെനു എക്സ്പാൻഡ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഡൗൺ ആരോ അടിച്ച് പോയി നോക്കാം. നമ്മുടെ ബാക്കി മെനൂസ് എല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഡീറ്റെയിൽസ് പറയുന്നത്. അതായത് സൈൻ ഔട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇൻസേർട്ട് F7 പ്രസ് ചെയ്ത് അങ്ങനെ നാവിഗേറ്റ് ചെയ്യാം. ഞാൻ ഇൻസേർട്ട് F7 പ്രസ് ചെയ്യാം. Elements loan/service mat. എസ് പ്രസ് ചെയ്യാം. നമുക്ക് Sign out 12 of 36 level 0. സൈൻ ഔട്ട്. Personal memoranda 13 of 36 level 0. സൈൻ ഔട്ട് വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. സൈൻ ഔട്ട് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ പ്രൊഫൈൽ/അഡ്മിൻ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടത് എന്താണ്? പേഴ്സണൽ മെമ്മോറാണ്ട അല്ലേ? Property returns 14 of 36 level 0. അടുത്തത് പ്രോപ്പർട്ടി റിട്ടേൺ. Generate data sheet 15 of 36 level 0. ജനറേറ്റ് ഡാറ്റ ഷീറ്റ്. Service details 16 of 36 level 0. സർവീസ് ഡീറ്റെയിൽസ്. Qualification 17 of 36 level 0. അടുത്തത് ക്വാളിഫിക്കേഷൻ ആണ്. Family details 18 of 36 level 0. നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ്. Nominees 19 of 36 level 0. നോമിനീസ്, നമ്മൾ എന്തൊക്കെ നോമിനീസ് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ കാണിക്കും. Benefit details 20 of 36 level 0. ബെനിഫിറ്റ് ഡീറ്റെയിൽസ്. Department tests passed 21 of 36 level 0. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പാസ്സായത് ഏതൊക്കെയാണോ അതൊക്കെ ഇവിടെ കാണിക്കും. Trainings attended 22 of 36 level 0. ട്രെയിനിങ്സ് അറ്റൻഡഡ്, നമ്മൾ സർട്ടിഫിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഒരു അപ്ലോഡ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. Awards 23 of 36 level 0. എന്തെങ്കിലും അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. Disc actions 24 of 36 level 0. ഡിസ്ക് ആക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. Probation 25 of 36 level 0. പ്രൊബേഷൻ അല്ലേ? Recruitment 26 of 36 level 0. പിന്നീട് റിക്രൂട്ട്മെന്റ് അല്ലേ? Regularization 27 of 36 level 0. പിന്നെ റെഗുലറൈസേഷൻ. Approve increment 28 of 36 level 0. അപ്രൂവ് ഇൻക്രിമെന്റ്. NPS arrear calculation 29 of 36 level 0. NPS അരിയർ കാൽക്കുലേഷൻ. ഇതെല്ലാം പ്രൊഫൈൽ/അഡ്മിൻ അകത്ത് വരുന്ന മെനൂസ് ആണ് കേട്ടോ. ഇതിനകത്ത് വരുന്ന ഓപ്ഷൻസ് ആണ്. Present salary details 30 of 36 level 0. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു സാധനം ഇപ്പൊ പറഞ്ഞ സാധനമായിരിക്കും പ്രസന്റ് സാലറി ഡീറ്റെയിൽസ്. നമുക്ക് ലാസ്റ്റ് സാലറി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. നമ്മുടെ DA എത്രയാണ്, HR എത്രയാണ്, കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. 31 of 36 level 0. Change password 32 of 36 level 0. അത് കഴിഞ്ഞ് ചേഞ്ച് പാസ്വേഡ്. New registration/renewal of DSC 33 of 36 level 0. ന്യൂ രജിസ്ട്രേഷൻ/റിന്യൂവൽ ഓഫ് DSC, അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഇതൊക്കെ DDoS ആണ് കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Login details of user 34 of 36 level 0. Login details. Annual confidential report 35 of 30. View file details. Individual 36 of 36 level 0.
ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഉണ്ട്, വ്യൂ ഇൻഡിവിജ്വൽ ഫയൽസ് ഉണ്ട്. ഇത്രയും ഓപ്ഷൻസേ ഇപ്പം നിലവിലുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൊഫൈൽ /adminലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഞാനിവിടെ ഇത് ക്ലോസ് ചെയ്യാണ്. Spark Service and Payroll column 2 column 3 column 1 link profile/admin. ഓക്കെ, ഇനി നമുക്ക് അടുത്ത column 2 column 3 column 4 link loans/advances. അടുത്തത് ലോൺ/അഡ്വാൻസ് ഉണ്ട്. വീണ്ടും നമ്മൾ ഇൻസേർട്ട് സ്ലാഷ് പ്രസ് ചെയ്യാണ്. Spark ഇപ്പോൾ ലോൺ/അഡ്വാൻസിൻ്റെ നമ്മൾ ചെയ്തു. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ വീണ്ടും ഇൻസേർട്ട് F7 പ്രസ് ചെയ്യുന്നു. elements list. നമുക്ക് വീണ്ടും സൈൻ ഔട്ടിലോട്ട് പോവാം. Service map sign out 12 of 14 level 0. അവിടെ നിന്ന് ഡൗൺ ഏരോ പ്രസ് ചെയ്യുന്നു. Loan disbursement 13 of 14 level 0. ലോൺ ഡിസ്ബേഴ്സ്മെന്റ് Select 14 of 14 level 0. സെലക്ട്. Loan disbursement select. ഇത് രണ്ട് മാത്രമേ ഇതിനകത്തുള്ളൂ അല്ലേ? Loan select. Spark. നമുക്ക് നോക്കാം. Column 17 column 18 column 19 link sign out column 20 out of table for 900 blank Vishnavar blank loan item combo box collapsed select. നമുക്കിവിടെ ലോൺ ഐറ്റംസിൽ ഇവിടെ കോംബോ ബോക്സ് ഉണ്ട്. Loan act no star. ലോൺ അക്കൗണ്ട് നമ്പർ അതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും. നമുക്കിവിടെ കോംബോ ബോക്സിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടോ നോക്കാം. Combo box table advanced for computer ace 140 loan details 941,001 clickable 940 blank Vishnavar blank loan item combo box collapsed advanced for computer ace 114. അഡ്വാൻസ് ഫോർ കമ്പ്യൂട്ടറൈസ് എന്ന് പറഞ്ഞൊരു ഇത് കാണിക്കുന്നുണ്ട്. Loan act no star edit original loan amount edit recovery start month year edit installment amount edit total no of installments already paid edit amount repaid edit freeze recovery check principal or interest checkbox not checked freeze principal or interest combo box collapsed principal link loan disbursement table with the column 2 loan item column 3 loan act no column 4 loan amount column 5 loaned. നമ്മളെടുത്ത ലോൺ ഡീറ്റെയിൽസ് ഇവിടെ താഴെ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. row 2 column 1 link select column 2 GPF loan repayment 801. ഓക്കെ, GPF ലോൺ റീപേയ്മെന്റ് കാണിക്കുന്നുണ്ട്. ഞാനെടുത്ത ഒരു GPF PF ലോണിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, column 3 EDN 763,008. അതിന്റെ അക്കൗണ്ട് നമ്പർ എമൗണ്ട് കാണിക്കുന്നു. column 5 801 row 3 column 1 through 51 out of table button confirm button unavailable cancel button unavailable delete link close loan. ഇവിടെ 2-3 ഓപ്ഷൻസ് ഉണ്ട് താഴെ. നമ്മൾ ഡീറ്റെയിൽസ് കാണിക്കുന്ന അവിടെ താഴെ കൺഫേം ഉണ്ട്, button unavailable cancel ക്യാൻസൽ ഉണ്ട്, button unavailable delete ഡിലീറ്റ് ഉണ്ട്, link close loan. ക്ലോസ് ലോൺ. ഇത്രയും ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. radio button checked active loans അതിന് താഴെ ആക്റ്റീവ് ലോൺസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. radio button not checked closed loan star in case of SLI loan the loan account no and SLI subscription no should be same. ഓക്കെ, SLI ലോണിന്റെ ഒരു കേസ് അവിടെ പറയുന്നുണ്ട്. SLI ലോൺ ആണെങ്കിൽ സബ്സ്ക്രിപ്ഷനും അതുപോലെ ലോൺ അക്കൗണ്ട് നമ്പറും സെയിം ആയിരിക്കും എന്ന് പറയുന്നു. blank note in case of availing PF loan when there is already an existing loan it is suggested to close the old loan and enter the new loan afresh. അതെ, PF ഓൾറെഡി ലോൺ ഉണ്ടെങ്കിൽ പഴയത് ക്ലോസ് ചെയ്ത് പുതിയത് എൻ്റർ ചെയ്യണം എന്നാണ് പറയുന്നത്. blank out of frame graphic appears to say NIC. ഇത്രയും ഓപ്ഷൻസ് ആണ് ലോൺ/അഡ്വാൻസ്മെന്റിൽ ഉള്ളത്. graphic നമുക്ക് വീണ്ടും മുകളിലോട്ട് പോകുന്നു. annual skip table column 4 loan / column 7 service matters link. സർവീസ് മാറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെനു ആണ്. ഞാനത് ആക്ടിവേറ്റ് ചെയ്യുന്നു. column 8 column 9 column 14 column 15 column 16 link accounts. ഞാനിവിടെ ഡൗൺ ആരോ അടിച്ചാണ് പോകുന്നത്. നമ്മൾ സർവീസ് മാറ്റേഴ്സ് എനേബിൾ ചെയ്തു. column 17 column 18 column 19 link sign out column 20 സൈൻ ഔട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് out of table link view leave history. ഓക്കെ, വ്യൂ ലീവ് ഹിസ്റ്ററി അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്താണ്? വ്യൂ ലീവ് ഹിസ്റ്ററി. നമ്മുടെ ഇപ്പം നിലവിൽ ഈ കലണ്ടർ ഇയറിലെ ലീവ് ഹിസ്റ്ററി നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. link pay fixation statement -11th pay revision. പേ ഫിക്സേഷൻ സ്റ്റേറ്റ്മെന്റ് 11th പേ റിവിഷന്റെ പേ ഫിക്സേഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. link take charge of DDO. ടേക്ക് ചാർജ് ഓഫ് DDO ഇതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. table with 1 row and 2 columns row 1 column 1 link increment sanction. ഇൻക്രിമെന്റ് സാങ്ഷൻ ഇതൊക്കെ DDOമാരുടെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. column 2 graphic expand increment sanction out of table with 1 row and 2 columns row 1 column 1 link promotion/grade/reversion. പ്രൊമോഷൻ, ഗ്രേഡ്, റിവേർഷൻ ഇതൊക്കെ DDO പെർസ്പെക്റ്റീവിൽ വരുന്ന കാര്യങ്ങളാണ്. column 2 graphic expand promotion out of table with 1 row and 2 columns row 1 column 1 link transfer. ട്രാൻസ്ഫർ, column 2 graphic expand transfer
നമുക്ക് ഇതിൽ എക്സ്പാൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല. നിങ്ങൾക്ക് മെനൂസ് അകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ജസ്റ്റ് മനസ്സിലാക്കുന്നത്. സർവീസ് മാറ്റേഴ്സിലാണ് ലീവ് ഹിസ്റ്ററി വരുന്നത്. പ്രൊഫൈൽ/അഡ്മിനിലാണ് നമ്മുടെ പ്രസന്റ് സാലറി ഡീറ്റെയിൽസ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുക. Out of table with 1 row and 2 columns, row 1 column 1 link online general transfer. ഓൺലൈൻ ജനറൽ ട്രാൻസ്ഫർ നമുക്ക് അതിന്റെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ അറിയാൻ കഴിയും. Column 2 graphic expand online general transfer. Out of table with 1 row and 2 columns, row 1 column 1 link online inter-district transfer. ഓൺലൈൻ ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ നമുക്ക് ഇതിനകത്ത് ഇതൊക്കെ കയറി കൊടുക്കാൻ കഴിയും കേട്ടോ. Column 2 graphic out of table with 1 row and 2 columns, row 1 column 1 link priority categories for transfer. Priority categories for transfer. Okay. Column 2 graphic expand priority category out of table with 1 row and 2 columns, row 1 column 1 link leave application. ലീവ് ആപ്ലിക്കേഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സാധനമാണ് ലീവ് ആപ്ലിക്കേഷൻ. അപ്പോൾ ലീവ് ആപ്ലിക്കേഷൻ എവിടെ ഇരിക്കുന്നു? സർവീസ് മാറ്റേഴ്സിനകത്താണ് ലീവ് ആപ്ലിക്കേഷൻ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ കയറുന്നില്ല. ഫസ്റ്റ് അടുത്ത വീഡിയോയിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ലീവ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ. Column 2 graphic expand leave application out of table with 1 row and 2 columns, row 1 column 1 link see off application. See off application അല്ലേ? എല്ലാവർക്കും അറിയാം. Column 2 graphic expand see off application out of table column 2 graphic expand out column 1 link outside duty intimation. ഔട്ട്സൈഡ് ഡ്യൂട്ടി ഇൻഫർമേഷൻ നമുക്ക് ഓടി ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താൻ പറ്റും ഇവിടെ. Column 2 graphic expand out of table with 1 row and 2 columns, row 1 column 1 link leave /see off /odd processing. ലീവ് COD പ്രോസസ്സിംഗ് അത് നമ്മുടെ DDOമാരുടെ ഇതിൽ വരുന്നതാണ്. Column 2 graphic expand leave /see off /odd out of table with 1 column 2 graphic expand attendance. അടുത്തത് അറ്റൻഡൻസ് ആണ് അല്ലേ? നമുക്ക് ഈ അറ്റൻഡൻസ് ഇവിടെ നിന്ന് നോക്കിയെടുക്കാൻ കഴിയും. പക്ഷേ ഇത് നമ്മൾ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഈ കാര്യങ്ങൾ ഇതിനകത്ത് കാണാൻ കഴിയുള്ളൂ. Out of table with 1 row and 2 columns, row 1 column 1 link e-service book. ഈ സർവീസ് ബുക്ക് നമ്മുടെ സർവീസ് ബുക്ക് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. സ്പാർക്കിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഓഫീസിലാണെങ്കിൽ നമുക്ക് ഈ സർവീസ് ബുക്ക് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. Column 2 graphic expand e-service book out of table with 1 row and 2 columns, row 1 column 1 link scan service book. സ്കാൻ സർവീസ് ബുക്ക് ഇതൊക്കെ DDOമാരുടെ ഇതിനകത്ത് വരുന്നതാണ്. നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക. സർവീസ് മാറ്റേഴ്സിനകത്താണ് ഈ സാധനങ്ങൾ വരുന്നത്. Column 2 graphic expand scan service book out of table with 1 row and 2 columns, row 1 column 1 link leave surrender. ലീവ് സറണ്ടർ ഇതിനകത്താണ് നമ്മൾ ലീവ് സറണ്ടർ കൊടുക്കുന്നത്. അപ്പോൾ അതും സർവീസ് മാറ്റേഴ്സിനകത്താണ്. Column 2 graphic expand out of table with 1 row and 2 columns, row 1 column 1 link nomination form. നോമിനേഷൻ ഫോം ഇതിനകത്ത് കയറിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെ നോമിനേഷൻ ഫോംസ് ആണ് ഇവിടെ അവൈലബിൾ ആവുന്നതെന്നൊക്കെ ഉള്ളത്. ഓക്കെ. Column 2 graphic expand nomination form out of table frame clickable loan details. വീണ്ടും നമ്മുടെ ലാസ്റ്റ് വന്നിട്ടുള്ള ലോൺ ഡീറ്റെയിൽസിൻ്റെ അവിടെ വന്നു. അപ്പം നിലവിൽ സർവീസ് മാറ്റേഴ്സിൽ ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. നമുക്ക് അടുത്ത മെനുവിലോട്ട് പോവാം. നമ്മൾ ഇന്ന് ജസ്റ്റ് പരിചയപ്പെടുന്നേ ഉള്ളൂ. എന്താണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. Download Android app cap user skip take column 7 service matters link. Column 10 income tax link. ഇൻകം ടാക്സ് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ. ഡൗൺ ആരോ പ്രസ് ചെയ്ത് പോകുന്നു. Column 19 links. Column 20. Column 19 link sign out. ഓക്കെ. സൈൻ ഔട്ട് കഴിഞ്ഞിട്ട് എന്തായിരിക്കുന്നത് നോക്കാം. Column 20 out of table link salary drawn statement. സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇൻകം ടാക്സിന് വേണ്ടിയിട്ട് സാലറി ഡ്രോൺ ചെയ്ത സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ഇവിടെ വന്നാൽ മതി. Link tax calculation new regime. ടാക്സ് കാൽക്കുലേഷൻ ന്യൂ റെഡീം അതായത് ന്യൂ റെജീം പ്രകാരമുള്ള ടാക്സ് കാൽക്കുലേഷൻ ഒക്കെയാണ്. Frame clickable loan details. ഈ രണ്ട് ഓപ്ഷനെ ടാക്സിനകത്തുള്ളൂ ഇൻകം ടാക്സിനകത്തുള്ളൂ. ഞാൻ അപ്പയർ അടിച്ച് Out of പോകും. link take column 19 link sign out. Column 16 column 17 column 18 column 16 link accounts. Column 13 column 14 column 15 column 13 link provident fund. Column 11 column 10 link income tax. ഓക്കെ. അടുത്ത നമുക്ക് ഏതാണ്? Column 11 column 12 column 13 link provident fund. പ്രൊവിഡന്റ് ഫണ്ട്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. Column 14 out link GPF temporary advance at link GPF table with 1 row. Column 19 link sign out. ഓക്കെ. നമ്മൾ സൈൻ ഔട്ടിൽ വന്നു. Column 20 out of table link GPF new admission application. GPF ന്യൂ അഡ്മിഷൻ ആപ്ലിക്കേഷൻ. Link GPF temporary advance application. GPS ടെമ്പററി അഡ്വാൻസ് ആപ്ലിക്കേഷൻ. Link GPF NR withdrawal /conversion application. GPF NR withdrawal or conversion application. Link GPF closure application. GPF closure. Link PF query.
PF ക്യൂറി ഇതിനകത്ത് കയറി അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, നമുക്ക് പിന്നീട് കാണിച്ചു തരാം നിങ്ങൾക്ക്. Frame clickable loan details. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് പ്രൊവിഡന്റ് ഫണ്ടിനകത്ത് കാണുന്നത്. നമുക്ക് ഇനി ഒരു ഓപ്ഷനും കൂടെ ഉള്ളൂ. Out of link take column 16 link accounts. അക്കൗണ്ട്സ് ആണ്, നമുക്ക് നോക്കാം. Column 13 link provident fund. ഓക്കെ, പ്രൊവിഡന്റ് ഫണ്ട് കഴിഞ്ഞാൽ ഡൗൺ ആരോ പ്രസ് ചെയ്യുന്നു. Column 14 column 15 column 16 link accounts. ഓക്കെ, ഇൻസേർട്ട് സ്ലാഷ് പ്രസ് ചെയ്യുന്നു. Column 19 link sign column out of table with column 2 graphic expand employees with Spark ID. Column 1 link employees with Spark ID. Out of table with 1 row. Column 19 link sign out. നമുക്ക് നോക്കാം, സൈൻ ഔട്ടിലോട്ട് വന്നു. Column 20 out of table with 1 row and 2 columns. Row 1 column 1 link employees with Spark ID. എംപ്ലോയി വിത്ത് സ്പാർക്ക് ID. Column 2 graphic expand employees with Spark ID. Out of table with 1 row and 2 columns. Row 1 column 1 link tour claims. ടൂർ ക്ലെയിംസ്, നമ്മൾ എന്തെങ്കിലും ടൂർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ക്ലെയിം ചെയ്യാം. Column 2 graphic expand tour out of table link view salary slip. വ്യൂ സാലറി സ്ലിപ്പ്. അപ്പോൾ നമുക്ക് വേണ്ട മറ്റൊരു കാര്യമാണ് സാലറി സ്ലിപ്പ് അല്ലേ. സാലറി സ്ലിപ്പ് വ്യൂ ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും എവിടെ വെച്ചാണ്? അക്കൗണ്ട്സിനകത്താണ് വ്യൂ സാലറി സ്ലിപ്പ് ഇരിക്കുന്നത്. Link challenge generation bulk refund of loans. ചലാൻ ജനറേഷൻ ബൾക്ക് റീഫണ്ട് ഓഫ് ലോൺ അല്ലേ. Link print generated challenge. പ്രിന്റ് ജനറേറ്റഡ് ചലാൻ. Link deduction statement. ഡിഡക്ഷൻ സ്റ്റേറ്റ്മെന്റ്. Table with 1 column 2 graphic expand drawn details. Column 1 link drawn details. അടുത്തത് ഡ്രോൺ ഡീറ്റെയിൽസ് അല്ലേ. Column 2 graphic expand drawn details. Out of table frame HTTP out of frame graph. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് നിലവിൽ സ്പാർക്കിനകത്തുള്ളത്. അപ്പോൾ ഇത് വളരെ ജസ്റ്റ് ഒന്ന് നാവിഗേറ്റ് ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെ ലീവ് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. സോ നമ്മൾ കംപ്ലീറ്റ് ഇതിനകത്തുള്ള എല്ലാ മെന്യൂസിലൂടെയും നാവിഗേറ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് സൈൻ ഔട്ട് മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്ക് ഇവിടെ graphic no description. User skip column 7 service matters. Column 19 sign out link. നമുക്ക് സൈൻ ഔട്ട് കൊടുക്കാം. Log out. Graphic getting description. Thank you for using. Graphic getting description blank. Visited link. Click here to log in. കണ്ടോ, സൈൻ ഔട്ടിൽ മാത്രം എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ എനിവേ മറ്റു മെന്യൂസിലൊക്കെ നിങ്ങളും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. എൻ്റർ കീ വർക്ക് ചെയ്യുന്നുണ്ടോ? മുൻകാലഘട്ടങ്ങളിൽ എൻ്റർ കീ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനിവിടെ സൈൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. എനിവേ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അന്ന് നമ്മൾ ലീവ് ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നിർത്തുവാണ്. ഓക്കെ, താങ്ക് യു.